ഹലോ, എന്താ? ആര്? ശരി, വരാൻ പറയൂ. കർത്താവിന്റെ ന്യായവിധിയിൽ ഗോകുൽ ഒരിക്കലും തെറ്റുകാരനല്ല. ഗോകുലിന്റെ നന്മ മാത്രമേ സ്വർഗത്തിലിരിക്കുന്ന ഇസബല്ലയും ആഗ്രഹിക്കൂ. അവൻ ജയിലിലേക്ക് പോവാനോ ആ കുഞ്ഞ് അനാഥയാവാനോ അവൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. നിന്റെ ജീവിതത്തിലേക്ക് അവൾ വരണോ വേണ്ടയോ എന്നൊക്കെ നീ തീരുമാനിച്ചാ മതി. പക്ഷെ നിന്റെ കുഞ്ഞിനൊരമ്മ വേണ്ടേ? അതുമാത്രമല്ല, ആ പെൺകുട്ടിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടത് നിന്റെ വണ്ടി ഇടിച്ച. അവളുടെ ഓർമ്മകൾ തിരിച്ചു വരുന്നവരെയെങ്കിലും അവളെ സംരക്ഷിക്കേണ്ട ബാധ്യത നിനക്കില്ലേ? എടാ, തൽക്കാലം ആ കുട്ടി നമ്മുടെ കൂടെ തന്നെ താമസിക്കുന്നത് നല്ലത്. എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ശരി, വാ. ഇരിക്കെ. ഇവര് മദറിനെ കാണാൻ വന്നതാ. എവിടുന്ന്? എന്നെ കൊണ്ട് എന്ത് സഹായം നിങ്ങൾക്ക് വേണ്ടത്? മദർ എവ്ലിൻ. മദറിനെ നിങ്ങൾക്കറിയാമോ? അറിയാം. മദറിനെ ഒന്ന് വിളിക്കാമോ? ഞങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. അയ്യോ, അതിനി നടക്കില്ലല്ലോ മക്കളെ. അതെന്താ? നിങ്ങൾ കുറച്ച് ലേറ്റായി പോയി. മദർ ഇപ്പൊ ഇല്ല. കുറച്ചു നാളായി പോയിട്ട്. ഇടയ്ക്കൊരു ആക്സിഡന്റ് പറ്റി. അത് കഴിഞ്ഞൊരു 3 മാസം മാത്രമേ മദർ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. മദറില്ലെന്നോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. എന്ത് കാര്യമായാലും എന്നോട് പറഞ്ഞാൽ മതി. ഞാനാണ് ഇപ്പോഴത്തെ മദർ. കഴിഞ്ഞ മാസമാണ് ഞാൻ ജോയിൻ ചെയ്തത്. സിസ്റ്റർ, ഇവർക്ക് കുടിക്കാൻ ചായ എടുത്തോളൂ. ശരി. അയ്യോ, അതൊന്നും വേണ്ട. വലുതായിട്ടൊന്നും സൽക്കരിച്ചില്ലെങ്കിലും ഇവിടെ വരുന്നവർക്കൊരു ചായ കൊടുക്കാറുണ്ട്. സിസ്റ്റർ ചെല്ലു. ഇനി പറയൂ, എന്താ അറിയേണ്ടത്? എനിക്ക് അറിയേണ്ടത്. അല്ല, നിങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞില്ല. ഐ എം ഡോക്ടർ ഹർഷൻ. ഇതെന്റെ വൈഫ് ഡോക്ടർ രാജശ്രീ, സൈക്യാട്രിസ്റ്റ്. ഇത് സമൃദ്ധ, ഞങ്ങളുടെ പേഷ്യന്റ്. പേഷ്യന്റ് എന്ന് പറഞ്ഞ ഒരു ആക്സിഡന്റിനെ തുടർന്ന് മെമ്മറി ലോസ് സംഭവിച്ച ആളാ സമൃദ്ധ. ഓ, അത് ശരി.
ആക്സിഡന്റിന് മുമ്പുള്ള സമൃദ്ധ ആരായിരുന്നെന്നോ എന്തായിരുന്നെന്നോ ഇപ്പോഴത്തെ സമൃദ്ധയ്ക്ക് അറിയില്ല. അതിനുശേഷമുള്ള കാര്യങ്ങള് ഒരു ഫോൾസ് മെമ്മറി ഇംപ്ലാന്റേഷന്റെ ഭാഗമാണോന്നും ഞങ്ങൾ സംശയിക്കുന്നു. അതിന്റെ ചില കാര്യങ്ങൾ അറിയാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതിലിപ്പോ ഞാനെന്ത് ചെയ്യാനാ? മദർ, എന്റെ ഭൂതകാലം മുഴുവനും ഈ ഓർഫനേജിലാ ഉള്ളത്. മനസ്സിലായില്ല. ഈ ഓർഫനേജിന്റെ വാതിൽക്കൽ ആരും ഉപേക്ഷിച്ചൊരു കുഞ്ഞായിരുന്നു ഞാൻ. എന്റെ വീട് ഈ ഓർഫനേജാ. സമൃദ്ധി ഇതുവരെ കണ്ടില്ലല്ലോ. സ്കൂളില് ഗൗരിമോളെ കൊണ്ടുവിടാൻ പോയതാണെങ്കിൽ ഇതിനകം വരേണ്ടതാണല്ലോ. അവൾ എങ്ങോട്ടായിരിക്കും പോയിരിക്കാന്ന് നമുക്ക് നേരത്തെ മനസ്സിലായതല്ലേ. അവൾ എപ്പോഴെങ്കിലും വരട്ടെ. അതിനെക്കുറിച്ച് നീ ടെൻഷൻ അടിക്കേ വേണ്ട. അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ല. അമ്മ എന്ത് ചെയ്തു എന്നാ ഈ പറയുന്നേ? അമ്മ പിടിക്കുന്നിടത്തൊന്നും അവളെ കിട്ടത്തില്ല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കാഞ്ഞ ബുദ്ധി അവൾക്ക്.